ഹലോ നമസ്കാരം. M3യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ താരം മറ്റാരുമല്ല, നമ്മുടെ മലയാള സിനിമ ലോകത്ത് സുപരിചിതനും അതുപോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് താരവുമായ രാജീവ് പിള്ളയുടെ BMW 525 കാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ BMW 525 കാറിൽ ഗ്രഫൈൻ കോട്ടിങ്, ഇൻറ്റീരിയർ ക്ലീനിങ്, അണ്ടർബോഡി കോട്ടിങ്, എൻജിൻ ബേ ക്ലീനിങ്, ഇൻറ്റീരിയർ ക്ലീനിങ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത മെയിൻ വർക്കുകൾ. അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ബമ്പറയിലും അതുപോലെ ബാക്കിലത്തെ ഡോറ്, ബാക്ക് ബമ്പർ, ഫെൻഡർ, ഈ ഭാഗങ്ങളൊന്നും പെയിൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെ വളരെ മോശമായിട്ട് തന്നെ കിടക്കുമായിരുന്നു. ഇൻറ്റീരിയറിലെല്ലാം നല്ല ചെളികളൊക്കെ ആയിട്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം മാറി നമ്മുടെ M3യിൽ ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതുപോലെ പെയിൻറ്റിങ്ങും, ബൂത്തിലിട്ടാണ് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും നമ്മളത് ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ ഗ്രഫൈൻ കോട്ടിങ്ങും വളരെ ശ്രമകരമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റി. നമുക്കൊരു 5 days കൊണ്ട് ഈ വർക്കുകളെല്ലാം ചെയ്ത് തീർക്കണം. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഷൂട്ടിങ്ങിന് നല്ല തിരക്കിലായിരുന്നു. പുള്ളി തെന്നിന്ത്യൻ സിനിമയിലെ സുപരിചിതനാണ്. അദ്ദേഹം അവിടുന്ന് തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഒരു 5 day ഷൂട്ട് ഷെഡ്യൂളിനാണ് അദ്ദേഹം പോയത്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്കിത് കൊടുക്കണം എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞാൻ വാഹനം എടുത്തത്. നമുക്ക് 5 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും അതുപോലെ അണ്ടർബോഡി കോട്ടിങ്, എൻജിൻ ബേ ക്ലീനിങ്, ബോഡി പെയിൻറ്റിങ്, അതുപോലെ ഗ്രഫൈൻ കോട്ടിങ്, ഇതെല്ലാം ഈ 5 daysനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനും അതുപോലെ 6ാമത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് റിവീൽ ചെയ്യാൻ വേണ്ടി കൊടുക്കാനും സാധിച്ചു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് നമുക്ക് വാഹനമായിട്ട് പോയി റിവീൽ ചെയ്യാൻ പോവാം. ബാക്കി വിശേഷങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള സൂരജിന്റെ കൂടെയാണ്. ഒരു 2016 സൂരജിന്റെ സ്ഥാപന M3 ഇനാഗുറേഷനിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സൂരജ് വെച്ചടി കയറ്റമായിരുന്നു. അന്ന് അതൊരു സർവീസ് സെന്റർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ കാർ വാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവേട്ടന്റെ നമ്മൾ 6 സ്റ്റാഫ് വെച്ച് തുടങ്ങി. നമുക്കിപ്പോ ഏകദേശം ഒരു 25ഓളം സ്റ്റാഫ് നമ്മുടെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. നമ്മുടെ വർക്കുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കാർ വാഷാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം അലൈൻമെന്റ്, ടയർ, അത് ഈ സെറാമിക് കോട്ടിങ്, ഗ്രഫൈൻ കോട്ടിങ്, PPF അങ്ങനെയുള്ള വർക്കുകൾ തുടങ്ങി. അതിനുശേഷം നമ്മൾ വീൽ അലൈൻമെന്റ്, അതുപോലെ ടയറിന്റെ ഷോപ്പ്, അതെല്ലാം തുടങ്ങി. എന്റെ കാറ് മേടിച്ചോണ്ട് പോയി. എന്റെ കാറ് പുത്തനാക്കി തിരികെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ തന്നെ അകത്ത് കയറിയപ്പോ ഞെട്ടിപ്പോയി, ഇത് എന്റെ കാറ് തന്നെയാണോ എന്ന്. ഐ മീൻ ഹിസ് വർക്ക് ഈസ് റിയലി ഗുഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് ആദ്യം ഈ കാർ എങ്ങനെ ഏത് അവസ്ഥയിലായിരുന്നു എനിക്ക് കിട്ടിയതല്ല. ഇപ്പോൾ ഞാൻ രാജീവേട്ടന് തിരിച്ചു കൊടുക്കുന്ന ഏത് അവസ്ഥയിലാണ്. പിന്നെ ഉള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ വർക്കും അതുപോലെ പെയിന്റിങ്, പെയിന്റിങ് ബൂത്തോട് കൂടി കോട്ടയം ജില്ലയിൽ തന്നെ 7 meter ബൂത്ത് നമുക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഇനിയും വെച്ചടി കയറ്റം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. കാരണം രാജീവേട്ടനാണോ തുടങ്ങി വെച്ചത്. തീർച്ചയായിട്ടും വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവൂ. ഇനി ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വേറെ തുടങ്ങും പലയിടത്തും. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ എന്റെ കാർ ഞാൻ കെയർ ചെയ്തിട്ടിരിക്കുന്നു. തീരെ കെയർ ചെയ്തിട്ടിരിക്കുന്നു. അത് ആകപ്പാടെ നശിച്ചു കിടക്കരുത്. സൂക്ഷിച്ച് പുള്ളിക്കാരൻ വിളിച്ച് അത് എടുത്തോണ്ട് പോയി അതെല്ലാം റെഡിയാക്കി കൊണ്ടു തന്നപ്പോ എനിക്ക് തന്നെ സംശയം തോന്നിയത് എന്റെ കാറായിരുന്നോ അല്ലയോ. ഐ മീൻ എന്താ പറയാ, അവരുടെ വർക്ക് പ്രൊഫഷണലി ദേ ആർ റിയലി ഗുഡ്. മാത്രമല്ല കാറിനെ എനിക്ക് തോന്നുന്നു വളരെ സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള. എനിവേ ഐ എം വെരി ഹാപ്പി. നിങ്ങളെല്ലാം നിങ്ങളുടെ കാറുകൾ അവിടെ കൊണ്ട് കൊടുക്കുക, പുത്തനായിട്ട് തിരിച്ചു കിട്ടും.